അവർ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കണക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബ്രാഞ്ചിലെ സ്റ്റാഫ് നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിലൊന്നുമില്ല. അവർ പെട്ടില്ലേ, അവർ നമ്മളെ വിളിച്ചു, നമ്മൾ പെട്ടു. ഇന്ന് നടക്കില്ലല്ലോ ഏട്ടാ, നാളെ രാവിലെ വരാൻ പറ്റുമോ? അതെ, ഈ മാലൊന്ന് പണയം വയ്ക്കാൻ പറ്റുമോ? ഇന്ന് കോൾഡ് എടുക്കാൻ പറ്റൂലല്ലോ ഏട്ടാ. എന്തു പറ്റി? സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ്, ശരിയാക്കിയിട്ടേ ബ്രാഞ്ച് വർക്ക് ചെയ്യുള്ളൂ. എപ്പോൾ ശരിയാവും? അതറിയില്ല. അത് ഹെഡ് ഓഫീസിലെ കംപ്ലൈന്റ് അന്വേഷിച്ചേ, അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളേക്ക് ശരിയാവും, നാളെ വാ. ഓക്കെ, നാളെ വരാം. ആ ശരി മോനെ, ഒരു മിനിറ്റ്. എനിക്കെല്ലാം കൂടെ കേട്ടിട്ട് തലവേർക്കുന്നുണ്ട്. എനിക്കിങ്ങോട്ട് കിട്ടിയില്ല. നിനക്കെന്തെങ്കിലും മനസ്സിലായി? ഭാഗ്യം, കോളേജ് വിട്ട കാശ് പോയില്ല. ഇതാരാന്ന് അറിയാൻ പറ്റുമോ? അത് ഞാൻ നോക്കി, ജപ്പാനീന്നാരാണ്. ജപ്പാനിൽ എടി, നമ്മുടെ യോനാന്റെ മോളുടെ ഭർത്താവ് ജപ്പാനിലല്ലേ? അയാൾ മലേഷ്യയിലല്ലേ അപ്പച്ച? അയാൾ എന്തിനാണ് നമ്മുടെ അമ്മനെ ഹാക്ക് ചെയ്യണത്? അസൂയ ഉണ്ടാവൂല. സാർ, ജപ്പാനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഈ VPN ഒക്കെ വെച്ച് IP മാസ്ക് ചെയ്യാനും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ചിലപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. അവനാണെങ്കിൽ ലോഗ് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്, ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. സർ, ഇത് ചെയ്തത് ഒരാളായിരിക്കോ? ഒരാളോ ഒരു ഗ്രൂപ്പോ ആരും വേണമെങ്കിലും ആവാം. എന്താടി? ഇല്ലപ്പച്ച, ഒന്നുമില്ല. ജിൽസെ, നമ്മുടെ ബാക്കപ്പ് ഇല്ലേ? ബാക്കപ്പ് ഇല്ലേ? അല്ല, എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ മാസം ഒരാളുണ്ട്, ഈ മാസം ഉണ്ടാവില്ല. ജിൽസെ, ബാക്കപ്പിൽ ശ്രദ്ധിക്കണ്ടേ? ഇതെന്താ പുതിയ പ്രശ്നം? ഈ കഴിഞ്ഞ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ പറ. എത്ര പെട്ടെന്ന് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം? സൊല്യൂഷൻ ബാക്കപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് സൊല്യൂഷൻ ഒന്നുമില്ല. കഴിഞ്ഞ മാസം വരെയുള്ള ബാക്കപ്പ് അപ്ലോഡ് ചെയ്ത് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ മാസം ഡേറ്റ സോഫ്റ്റ്വെയർ മിസ്സിംഗ് ആണെന്നല്ലേ ഉള്ളൂ. അതിപ്പോൾ ഹാർഡ് കോപ്പിയുടെ ഡീറ്റെയിൽസ് വെച്ച് ഒരാളെ എൻ്റർ ചെയ്യാം. കയ്യിലില്ലാത്ത ഡേറ്റയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ അങ്ങോട്ട് കിട്ടാണ് ചോദിച്ചു വന്നാൽ കൊടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് കിട്ടാണ് തന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, മറക്കേണ്ടി വരും. സാറേ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ IT സെക്യൂരിറ്റി സ്ട്രോങ് ആക്കണം. അതിന് കുറച്ച് പൈസ ചിലവ് വരും. അതിനിപ്പോൾ ഞാനല്ല ബഡ്ജറ്റ്. എന്ത് വേണേലും ചെയ്യും, പക്ഷെ ഇനി മേല അവിടെ ഇങ്ങനെ ഉണ്ടാവും. പറയാം. അതെ, സെക്യൂരിറ്റിക്കുള്ള ഫണ്ടിന്റെ കുടുംബസ്വത്ത് നിന്നല്ല വകയിരുത്തിക്കണേ. ഈ കമ്പനി ഇത്ര കാലം നിന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തന്റെ തോടത്ത് നിന്നു സമാധാനല്ലേ? എൻജോയ്. എടാ, നീ ബ്രാഞ്ച് പൂട്ടിച്ച? പൂട്ടൊന്നുമില്ല, അവരിൽ ബാക്കപ്പ് ഉണ്ടാവും. അതൊക്കെ വെച്ച് അവർ സെറ്റാവട്ടെ, എന്നിട്ട് അടുത്ത പണി. വാ. അല്ല ജിൽസ, ഈ ഹാക്കറെ കണ്ട എങ്ങനെ ഇരിക്കുക? ഹാക്കർമാരെ പല വിധമുണ്ടെങ്കിലും പെട്ടെന്നൊരു ഹാക്കർ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ തൊപ്പിയുള്ള ടീഷർട്ടില്ലേ, ഹുഡി, അതാണ് ഇമാർ ശരിയാണ്. പിന്നെ ബാക്കിലൊരു ബാക്ക് പാക്ക്, അത് സ്ഥിരമുണ്ടോ? അത് ശരി. പിന്നെ വിശക്കുമ്പോൾ കഴിക്കാൻ വല്ല ബർഗറോ സാൻഡ്വിച്ചോ കുടിക്കാൻ വല്ല കോളയോ ബീറോ, ഇതൊക്കെ ഉമാരുടെ ബാഗ് സ്ഥിരമുണ്ടോ? ദേഹം നിറയെ ടാറ്റൂസ്, സഞ്ചരിക്കുന്നത് ഹൈ എൻഡ് ബൈക്കുകൾ, കാണുന്നത് ഇംഗ്ലീഷ് സിനിമ. ഇപ്പം മര കണ്ട ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ചെയർമാൻ മേടിച്ചു പോയി, പക്ഷെ ഞാൻ സമ്മാനിപ്പിച്ചിട്ടുണ്ട്. നീ ചിത്തിരയിലത്തെ മസാല ദോശ കഴിച്ചിട്ടില്ലല്ലോ? ഒരെണ്ണമ്മയ്ക്കും കൊടുത്തു. എന്തായാലും ഈ ഹാക്കറെ ഒരു എൻക്രിപ്റ്റഡ് മണിച്ചിത്രത്തായിട്ട് കൂട്ടിയിട്ട് റോയൽ പെരിയാറിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റെസ്റ്റ് എടുക്കും. ഞാനും ജിൽസേ, എന്താ ബാക്കപ്പ് എടുക്കാൻ? ഞാൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. മറന്നു? അല്ലെങ്കിൽ നിനക്കൊക്കെ നേരത്തെ വീട്ടിൽ കയറാനുള്ള നിർത്തി. ഹാക്കിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ സാറേ. അല്ലടാ, ഹാക്കറിനോട് നിന്നെ കത്തെഴുതി അറിയിച്ചിട്ട് ഹാക്ക് ചെയ്യാൻ വരാൻ പറയാം. നിനക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കൂളിംഗ് ക്ലാസ് വെച്ചപ്പോൾ നീ കമന്റ് അടിച്ചിരിക്കണ്ടായിരുന്നല്ലോ. അയ്യോ സാറേ, അതൊരു തമാശ പറഞ്ഞാണ്. എനിക്കൊരു തമാശ മനസ്സിൽ തോന്നിയത് അപ്പോൾ പറയണം. ആ സ്ഥാനത്തിന് വെളിപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ സകല ഡാമേജിന്റെ എക്സ്പെൻസ് നിന്റെ നിലയിൽ എഴുതി വെച്ചിരും. എന്താ ചിരിക്കല്ലോ അപ്പോൾ അവൻ്റെ ഒരു കോമഡി. സാറേ, കൂളിംഗ് ഗ്ലാസിൻ്റെ പ്രശ്നമാണെങ്കിൽ
അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നിലവിൽ ബ്രാഞ്ചുകളിലെ IT കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾ ലോക്കലി ആണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ അത് വേണ്ട. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ IT-യിൽ റിപ്പോർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ആളെ വിടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിക്കറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ജിൽസ് ഒന്ന് കാണിച്ചടാ. ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക, ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മളിവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് ആളെ വിടും. അപ്പോൾ ഇനി ലോക്കലി സർവീസിങ് വേണ്ട. ഓക്കെ കൊട്ടേഷനിൽ ഒരു പ്രൊഡക്റ്റ് ബില്ലിൽ 2 ഞാൻ പ്രവീൺ സാറോട് സംസാരിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് ഒരു ഫയർവാൾ ഫെയിലിയർ ആയുള്ള റിസ്കിന് വേണ്ടി വേറൊരെണ്ണം വെച്ചു എന്നാണ്. ആയിക്കോട്ടെ, അയാൾക്കത് ഇതിനകത്ത് കാണിച്ചൂടെ? അവസാനം ഓഡിറ്റിന്റെ സമയത്ത് ഞാനതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ ജിൽസിനോട് വേറൊരു കൊട്ടേഷൻ തരാൻ പറയാം. പറ. ആ ജിൽസ് എന്ന് പറയുന്നതിന് വെളിവെന്ന് പറയുന്ന സാധനമില്ല. ഓരോരോ ഞാൻ റൂഡായതല്ല, ജസ്റ്റ് കാര്യം പറഞ്ഞെന്നുള്ളൂ. താൻ നെർവസ് ആവണ്ട. ഏയ് നെർവസ് ആയതല്ല, എനിക്ക് ഓഫീസിൽ ആ കൂടെ സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് മാത്യു ആണ്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി ഹാക്കിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. മാത്യു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ്? ഇല്ല, ഒന്നുമില്ല. ഡിസ്പ്ലേ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ നിന്നെ കാശുകളാണ്. സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ നോക്കിക്കോളാം. ഞാൻ വിളിക്കാം. ശരി. ജോർജേ, ഇതാ തീർത്തേ. അനീഷേട്ടാ, റോയൽ പെരിയാടം വീണ്ടും തുറന്നല്ല? തുറന്നു എന്ന് മാത്രമല്ല, അവിടെ തന്നെ വർക്കും പോയി. നീ ലോക്കലായിട്ട് സർവീസ് ചെയ്യണ്ടെന്നാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. കുഴപ്പമില്ലടാ, പിച്ചകളാണ്. നിസ്സാര റേറ്റാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. 10 രൂപ കൂട്ടി ചോദിച്ചാൽ വർക്ക് വേറെ ആൾക്ക് കൊടുക്കും. ഓട്ടേത് അനീഷേട്ടാ, അമ്മാരെ സെക്യൂരിറ്റി ഒക്കെ എന്താ കൂട്ടിയിട്ടുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റണില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ബ്രാഞ്ചിൽ കയറാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെ സെക്യൂരിറ്റി ചേഞ്ചസ് ആണ് വരുത്തിയേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വലിയ പുലിവാലായല്ലോ. അവസാനം ഞാൻ കുഴപ്പത്തിലാവൂ. നിങ്ങൾ പേടൊന്നുമില്ല, ഇതെന്താണിത്?